ടോപ്പിക് എന്ന് പറയുന്നത് സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ ആണ്. സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ അത് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചായിരുന്നു. സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ഗ്രാമർ കാണും. ആ ഗ്രാമറിനകത്ത് നമ്മളൊരു സിമാൻറ്റിക് റൂൾ എഴുതും. ആ ഗ്രാമറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു സിമാൻറ്റിക് റൂൾ എഴുതും. ഇതിനെ രണ്ടിനെയും കൂടെയാണ് ഞാൻ എന്തെന്ന് വിളിക്കുന്നത്? SDT എന്ന് വിളിക്കുന്നത്. സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് ഗ്രാമർ എന്താണെന്ന് എനിക്കറിയാം. സേ E gives E plus T എന്ന് പറയുന്നത് ഒരു ഗ്രാമറാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ഗ്രാമറിന്റെ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇതായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഡക്ഷനും അതിൻ്റെ സിമാൻറ്റിക് റൂളിൻ്റെയും സെറ്റിനെയാണ് പ്രൊഡക്ഷൻ, സെറ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ദ കറസ്പോണ്ടിങ് സിമാൻറ്റിക് റൂൾ. അതിനെയാണ് ഞാൻ എന്തെന്ന് വിളിക്കുന്നത്? SDT എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു പ്രൊഡക്ഷൻ എഴുതുകയാണ്. E gives E plus T എന്ന് പറയുന്ന പ്രൊഡക്ഷൻ എഴുതുകയാണ്. ഇവിടെ 2 E ഉണ്ട്. ഞാനാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ സിമാൻറ്റിക് റൂൾ പറയാണ്. E ഡോട്ട് സിമാൻറ്റിക് റൂളിൽ ഞാൻ ഇങ്ങനെയാണ് പറയുന്നത്. E ഡോട്ട് വാല്യൂ ഈക്വൽ ടു E ഡോട്ട് വാല്യൂ പ്ലസ് T ഡോട്ട് വാല്യൂ എന്ന് പറയുന്നത്. ചിലപ്പോൾ ചില ടെക്സ്റ്റിനകത്ത് വാൽ എന്ന് മാത്രമേ കാണുള്ളൂ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സിമാൻറ്റിക് റൂൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് കുറേ ഡൗട്ട് വന്നു. അപ്പോൾ ഈ ഡോട്ട് കഴിഞ്ഞ് കിടക്കുന്ന ഈ വാൽ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ പേരെന്ന് പറയുന്നതാണ് ആട്രിബ്യൂട്ട് എന്ന് വിളിക്കുന്നത്. ആട്രിബ്യൂട്ട് നെയിം ആണ്. അപ്പോൾ എന്താണ് ആട്രിബ്യൂട്ട് നെയിം എന്ന് പറയുന്നത്? ആട്രിബ്യൂട്ട് നെയിം ഓഫ് എ നോൺ ടെർമിനൽ എന്ന് പറയുന്നത്, അതായത് ഏതിൻ്റെയെങ്കിലും ഒരു ആട്രിബ്യൂട്ട് നെയിം എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ അതിൻ്റെ വാല്യൂ ആയിരിക്കാം പറയുന്നത്. ചിലപ്പോൾ നമ്മൾ അത് പറയുന്നത് മെമ്മറി ലൊക്കേഷൻ ആയിരിക്കാം. ചിലപ്പോൾ പറയുന്നത് അതിൻ്റെ മെമ്മറി ലൊക്കേഷൻ ആയിരിക്കും. മെമ്മറി ലൊക്കേഷൻ ആകാം. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൈപ്പ് ആകാം. അതായത് ഈ എന്ന് പറയുന്നത് ഈൻ്റെ വാല്യൂ ആകാം, അല്ലെങ്കിൽ ഈ എന്ന് പറയുന്ന ഒരു സിമ്പലിൻ്റെ മെമ്മറി ലൊക്കേഷൻ ആകാം, അല്ലെങ്കിൽ ഈയുടെ ടൈപ്പ് ആകാം, എന്ത് വേണമെങ്കിലും ആകാം. ഇതിനെയാണ് നമ്മൾ ആട്രിബ്യൂട്ട് നെയിം എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈയുടെ വാല്യൂ എന്ന് പറയുന്നത് ഈക്വൽ ടു E പ്ലസ് T വാല്യൂ എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. E ഡോട്ട് വാല്യൂ ഈക്വൽ ടു E പ്ലസ് T വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയുടെ വാല്യൂ ഈസ് ഈക്വൽ ടു ഈയുടെ വാല്യൂ പ്ലസ് T ഡോട്ട് വാല്യൂ എന്നാണ്. അപ്പോൾ എനിക്ക് ഒരു കൺഫ്യൂഷൻ വന്നു. രണ്ടും E ഡോട്ട് വാല്യൂ അല്ലേ? E ഡോട്ട് വാല്യൂ ആണ്. അപ്പം നമ്മൾ സാധാരണ കേസിൽ A ഈസ് ഈക്വൽ ടു A പ്ലസ് B എന്ന് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? എയുടെയും ബിയുടെയും എയുടെ വാല്യൂ 10 ആണെന്ന് വിചാരിക്കുക, ബിയുടെ വാല്യൂ 20 ആണെന്ന് വിചാരിക്കുക. അപ്പം ഞാൻ ഇത് ചെയ്യുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? എയുടെ വാല്യൂ എന്താണ്? 10 ആണ്. ബിയുടെ വാല്യൂ എന്താണ്? 20 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു എ എന്ന് പറഞ്ഞ് എഴുതുകയാണ്. അപ്പം ഞാൻ എ ഈക്വൽ ടു എന്ന് പറയുന്നത് എന്തായിട്ട് എഴുതും? 30 ആയിട്ട് പറയും. സോ എ ഈക്വൽ ടു എന്താണ്? 30. ബി ഈക്വൽ ടു ഇപ്പോൾ 20 ആണ്. പക്ഷെ ഇവിടെ എനിക്ക് അതല്ല വേണ്ടത്. ഈയും സെയിം അല്ല, വേറെ വേറെ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ അത് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി, ഇങ്ങനെ ഒരു ആംബിഗസ് വാല്യൂ എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ E1 എന്ന് എഴുതി. E gives E1. അപ്പോൾ എനിക്ക് മനസ്സിലായി E എന്ന് പറയുന്നത് E അല്ല എന്ന് പറഞ്ഞ് മനസ്സിലായി. എന്താണ് E എന്ന് പറയുന്നത്? E എന്ന് പറയുന്നതിനെ എക്സ്പ്രഷൻ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, എക്സ്പ്രഷൻ. അപ്പോൾ ഇതൊരു എക്സ്പ്രഷൻ ആണ്. അതായത് സേ ഫോർ എക്സാമ്പിൾ ഞാൻ A പ്ലസ് ബി അല്ലെങ്കിൽ A സ്റ്റാർ ബി പ്ലസ് സി എന്ന് പറയുന്നു. അപ്പം ഇതാണ് എൻ്റെ E എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എൻ്റെ E. സി എന്ന് പറയുന്നതാണ് എൻ്റെ T. എൻ്റെ T എന്ന് പറയുന്നത് C ആണ്. ഓക്കെ, C എന്ന് പറയുന്നത് T ആണ്. അപ്പോൾ ഇതൊരു എക്സ്പ്രഷൻ ആണ്. ദാറ്റ് ഈസ് A പ്ലസ് ബി എന്ന് പറയുന്നത്, A സ്റ്റാർ ബി എന്ന് പറയുന്ന എക്സ്പ്രഷൻ ആണ്. അതിൻ്റെ കൂടെ പ്ലസും കൂടെ ഉണ്ട്. ഓക്കെ, അതാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആകുമ്പോൾ പുതിയൊരു എക്സ്പ്രഷൻ കിട്ടിയില്ലേ? ദാറ്റ് ഈസ് A സ്റ്റാർ ബി പ്ലസ് സി എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സ്പ്രഷൻ ആണ്.
അതാണ് ഇതാ ഈ പറയുന്ന ഇ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ്പ്രഷന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഈ എക്സ്പ്രഷന്റെ വാല്യൂ പ്ലസ് ഈ ടേമിന്റെ വാല്യൂ, അതാണ് ഇതാ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഓരോ സിമാൻറ്റിക് റൂളിലും അതിൻ്റെതായ മീനിങ്സ് ഉണ്ട്. ഓക്കെ, സിമാൻറ്റിക് റൂളിനും അതിൻ്റെതായ മീനിങ് ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ എന്താണ്? ഒരു ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഇറ്റ്സ് സിമാൻറ്റിക് റൂൾ. ഇതിന്റെ സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സിൻടാക്സ് ഡയറക്റ്റഡ് ട്രാൻസ്ലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പൊ അതിനകത്ത് ഞാനൊരു ആട്രിബ്യൂട്ട് നെയിമിനെ പറ്റി പറഞ്ഞു. അതായത് ഞാൻ സിമാൻറ്റിക് റൂൾ എഴുതുമ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ എന്ത് പറയാറുണ്ട്? ഞാനാണെങ്കിൽ അതിനകത്ത് സിമാൻറ്റിക് റൂൾ പറയാറുണ്ട്. സിമാൻറ്റിക് റൂളിനകത്ത് ഞാൻ ചില ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്യാറുണ്ട്. എന്താണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്? ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് വാല്യൂ ആകാം, ഒരു നോൺ ടെർമിനലിന്റെ വാല്യൂ ആകാം, അല്ലെങ്കിൽ മെമ്മറി ലൊക്കേഷൻ ആവാം, ടൈപ്പ് ആവാം, എന്ത് വേണമെങ്കിലും ആകാം. ഓക്കെ, ശരി. അപ്പോൾ SDT എന്താണെന്നുള്ള കാര്യം ഞാൻ പഠിച്ചു. SDTയുടെ എക്സാമ്പിൾസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഞാനിപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. 2 ടൈപ്പ് SDTs ആണ് ഉള്ളത്. ഒന്ന് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സും ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടും എന്ന് പറഞ്ഞ 2 ടൈപ്പ് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സ്, അതായത് എന്താണ് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ്? നമ്മൾ നേരത്തെ എഴുതിയ അതേ കാര്യം തന്നെ ഞാൻ ഒന്നും കൂടെ എഴുതുകയാണ്. E ഗീസ് E പ്ലസ് T. അതിന്റെ ഞാൻ ആട്രിബ്യൂട്ട് അല്ലെങ്കിൽ സിമാൻറ്റിക് റൂൾ എന്താണെന്നുള്ള കാര്യം ഞാൻ ഒന്ന് പറയാണ്. സിമാൻറ്റിക് റൂൾ എന്തായിരുന്നു? E ഡോട്ട് വാൽ ഈക്വൽ ടു E1 ഡോട്ട് വാൽ പ്ലസ് T ഡോട്ട് വാൽ. അപ്പൊ ഇതിനകത്ത് ഈനെ നമ്മൾ പാരന്റ് എന്നാണ് വിളിക്കുന്നത്. ഇതിനെ എന്തെന്ന് വിളിക്കും? പാരന്റ് എന്ന് വിളിക്കും. അപ്പോൾ ഇത് രണ്ടും ആരാണ്? E1 എന്ന് പറയുന്നത് ചൈൽഡാണ്, T എന്ന് പറയുന്നതും ചൈൽഡാണ്. ഇവരെ നമ്മൾ ചൈൽഡ് എന്ന് വിളിക്കും, ഇതിനെ പാരന്റ് എന്ന് വിളിക്കും. അപ്പൊ നമ്മൾ ട്രീ മോഡലിൽ വരച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ E എവിടെ വരും? E എന്ന് പറയുന്നത് ടോപ്പിൽ വരും. ദെൻ ലെഫ്റ്റ് സൈഡിൽ ആര് വരും? E1 വരും. ദെൻ അടുത്ത ആളെന്ന് പറയുന്നത് പ്ലസ് വരും. ദെൻ T വരും. അപ്പൊ ഇവര് 3 പേരും ആണ് ഈയുടെ ചൈൽഡ് എന്ന് പറയുന്നത്. ഇതിനെ ഇങ്ങനെ ട്രീ മോഡലിൽ വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ ഒരു സ്ട്രക്ചർ ആണ് വരുന്നത്. അപ്പോൾ E1ഉം T എന്ന് പറയുന്നത് എന്തായിട്ട് പറയാം? ചൈൽഡ് ആയിട്ട് പറയാം. ഇനി E1ഉം ആൻഡ് Tയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഒരു പാരന്റിന്റെ മക്കളാണ്. അവരെ വിളിക്കുന്നത് സിബ്ലിങ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി. E എന്ന് പറയുന്നതിനെ പാരന്റ്, E1 T എന്ന് പറയുന്നത് ചൈൽഡ് എന്ന് പറയാം. ഇനി E1നെയും Tനെയും നമുക്ക് എന്തെന്ന് പറയാം? സിബ്ലിങ്സ് എന്ന് പറയാം. ഇനി ഈ ഒരു പർട്ടിക്കുലർ സിമാൻറ്റിക് റൂൾ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അകത്ത് വാൽ എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിന്റെ പ്രത്യേകത എന്താണ്? ആട്രിബ്യൂട്ട് വാലിന്റെ സ്പെഷ്യാലിറ്റി എന്താണ്? ഹിയർ ഈയുടെ വാൽ, അതായത് പാരന്റിന്റെ വാൽ ഡിപ്പെൻഡ്സ് ഓൺ ദി വാല്യൂ ഓഫ് ചിൽഡ്രൻ. അപ്പോൾ ഇഫ് the parent attribute depends on the value of the child attributes, then such a semantic rule is called synthesized attribute എന്ന് വിളിക്കും. അതായത് parent, the value of parent's attribute depends on the values of child's attribute അല്ലെങ്കിൽ children's attribute, then such a semantic rule is called S attribute അല്ലെങ്കിൽ synthesized attributed എന്ന് വിളിക്കും. സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ടഡ് ട്രൂ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ടഡ് എന്ന് വിളിക്കുന്നത്, സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ
അപ്പൊ ഇങ്ങനത്തെ റൂൾസിനെയാണ് നമ്മൾ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്. ഇങ്ങനത്തെ റൂള്, ദ വാല്യൂ ഓഫ് ദി പാരന്റ്സ് ആട്രിബ്യൂട്ട് ഡിപ്പെൻഡ്സ് ഓൺ ദി വാല്യൂസ് ഓഫ് ദി children's attribute, then such a rule is called synthesized attribute rule എന്ന് പറയാം. അപ്പോ രണ്ടാമത്തെ ടൈപ്പ് ഇൻഹെറിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സേ ഞാൻ ഇപ്പോ ഒരു ഗ്രാമർ എഴുതുകയാണെന്ന് വിചാരിക്കുക. ABC എന്ന് പറഞ്ഞ് എഴുതുകയാണെന്ന് വിചാരിക്കുക. ഞാൻ ഇവിടുത്തെ A val equal to B val plus S val എന്ന് പറയാണ്. അപ്പൊ ഇതെന്ന് പറയുന്നതിനെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഡെഫിനിഷൻ ആയിട്ട് പറയാൻ പറ്റൂ. ഇവിടെ എന്തിന്റെ വാല്യൂ ആണ് കിട്ടുന്നത്? എയുടെ വാല്യൂ, ദാറ്റ് ഈസ് ചിൽഡ്രന്റെ വാല്യൂ ആണ്. ചിൽഡ്രന്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. ചിൽഡ്രന്റെ വാല്യൂ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? ചിൽഡ്രന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ചിൽഡ്രന്റെ വാല്യൂ കിട്ടുന്നത് the value of the child's attribute depends on either the value of parent's attribute, ഒന്നുകിൽ അതിന്റെ പാരന്റ്സിന്റെ ആട്രിബ്യൂട്ട് ആകാം, ഓർ ഇറ്റ്സ് സിബ്ലിംഗ് attributes ഓർ ബോത്ത്. അപ്പോ ഇവിടെ എന്താ ഡെഫിനിഷൻ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ചിൽഡ്രന്റെ ആട്രിബ്യൂട്ട് വാല്യൂ എന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒന്നുകിൽ പാരന്റിന്റെ ആട്രിബ്യൂട്ട് വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ചൈൽഡിന്റെ സിബ്ലിങ്സിന്റെ വാല്യൂ ആവാം, അല്ലെങ്കിൽ രണ്ടുപേരുടെയും കൂടെ ആകാം. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് നോക്കാം. എ ഡോട്ട് വാല്യൂ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ബി ഡോട്ട് വാല്യൂ. ബി എന്ന് പറയുന്നത് എ വെച്ച് നോക്കുമ്പോൾ ആരാണ്? ബി എന്ന് പറയുമ്പോൾ എ വെച്ച് നോക്കുമ്പോൾ അതിന്റെ സിബ്ലിങ്സ് ആണ്. അപ്പോൾ ബിയുടെ വാല്യൂ പ്ലസ് എസ് എന്ന് പറയുമ്പോൾ എ വെച്ച് നോക്കുമ്പോൾ ആരാണ്? എ വെച്ച് നോക്കുമ്പോൾ എസ് എന്ന് പറയുന്നത് അതിന്റെ പാരന്റ് ആണ്. അപ്പോൾ എസ് ഡോട്ട് വാല്യൂ എന്ന് പറയുന്നത് പാരന്റിന്റെ വാല്യൂ പ്ലസ് എന്തും കൂടെ വേണം? അതിന്റെ സിബ്ലിങ്ങിന്റെ വാല്യൂ. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ കേസിനകത്ത് ആരൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്? ഒന്ന് അതിന്റെ പാരന്റിന്റെ ആട്രിബ്യൂട്ട് വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഇത് കൂടാതെ അതിന്റെ സിബ്ലിങ്സിന്റെ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് എന്ന് വിളിക്കുന്നത്. ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് സിന്റാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻസ് എന്ന് വിളിക്കും. അപ്പൊ അത് രണ്ട് ടൈപ്പിലുണ്ട്. ഒന്ന് എസ് ആട്രിബ്യൂട്ടഡ് സിന്തസൈസ്ഡ് അല്ലെങ്കിൽ എസ് ആട്രിബ്യൂട്ടഡ് ഡെഫിനിഷൻസ് SDT ഉണ്ട്, എസ് ആട്രിബ്യൂട്ടഡ് SDD ഉണ്ട്, രണ്ടാമത് എൽ ആട്രിബ്യൂട്ടഡ് SDD ഉണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് സിന്തസൈസ് അല്ലെങ്കിൽ എസ് ആട്രിബ്യൂട്ടഡ് SDD പറയുന്നത്? എനിക്ക് കുറെ റൂൾസ് സേ P1 S1, അപ്പോൾ പ്രൊഡക്ഷൻ 1 അതിന്റെ സിമാന്റിക് റൂൾ, P2 അതിന്റെ സിമാന്റിക് റൂൾ, P3 അതിന്റെ സിമാന്റിക് റൂൾ, അങ്ങനെ അപ് ടു നമ്മൾ Pn അതിന്റെ സിമാന്റിക് റൂൾ. ഈ റൂൾസ് എല്ലാം, അതായത് എല്ലാ റൂൾസും S1 to SN വരെ ഉള്ള എല്ലാ റൂൾസും സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ആണ് എന്നുണ്ടെങ്കിൽ, സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ആണ് എന്നുണ്ടെങ്കിൽ such a SDT is called S attributed SDD. അതായത് എൻ്റെ കയ്യിൽ n പ്രൊഡക്ഷൻസ് ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് n റൂൾസും ഉണ്ട്. ആ റൂൾസുകളെല്ലാം സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ആണ്, അതിനകത്ത് ഞാൻ പറഞ്ഞിരിക്കുന്ന എല്ലാം സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ
ആട്രിബ്യൂട്ട്സിനെയാണ്, അങ്ങനത്തെ ഒരു ഗ്രാമറിനെ അല്ലെങ്കിൽ ഫുൾ SDD യാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സിന്തസൈസ്ഡ് എസ് ആട്രിബ്യൂട്ടഡ് SDD എന്ന് വിളിക്കുന്നത്. എസ് ആട്രിബ്യൂട്ടഡ് SDD. ആ എസ് എന്ന് പറയുന്നത് സിന്തസൈസ്ഡിനെയാണ് എസ് ആട്രിബ്യൂട്ടഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്? സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. എന്താണ്? അതിന്റെ പാരന്റിന്റെ വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ചൈൽഡിന്റെ വാല്യൂ. അപ്പൊ നമുക്കൊരു സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ടിന് അല്ലെങ്കിൽ ഒരു എസ് ആട്രിബ്യൂട്ടിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇതെന്ന് പറയുന്നത് ഒരു എസ് ആട്രിബ്യൂട്ടഡ് SDD ആണ്. സേ ഫോർ എക്സാമ്പിൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ eval ഈക്വൽ ടു eval പ്ലസ് tval എന്ന് പറയുമ്പോൾ ഈ അതായത് പാരന്റിന്റെ വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ് ചൈൽഡ് വാല്യൂസ്. ഇത് കറക്റ്റ് ആണ്. ഈ റൂൾ നോക്കുമ്പോൾ ഇതിലും പാരന്റ് വാല്യൂ ഈക്വൽ ടു ചൈൽഡ് വാല്യൂ ആണ്, അതും കറക്റ്റ് ആണ്. ഇത് നോക്കുമ്പോൾ ടി വാല്യൂ ഈക്വൽ ടു ടി ഡോട്ട് വാല്യൂ സ്റ്റാർ എഫ് ഡോട്ട് വാല്യൂ ആണ്, അതും കറക്റ്റ് ആണ്, അതും സിന്തസൈസ്ഡ് ആണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഗ്രാമറിനകത്തുള്ള എല്ലാ റൂൾസും എന്താണ്? സിന്തസൈസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ SDT-നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്കതിനെ സിന്തസൈസ്ഡ് അല്ലെങ്കിൽ എസ് ആട്രിബ്യൂട്ടഡ് SDD എന്ന് പറയാം. സിന്തസൈസ്ഡ് സിന്റാക്സ് ഡയറക്റ്റഡ് ഡെഫിനിഷൻ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത കാര്യം ഒന്ന് നോക്കാം. ദാറ്റ് ഈസ് എൽ ആട്രിബ്യൂട്ടഡ്. എൽ ആട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ എന്ന് പറയുന്നത് ലെഫ്റ്റ് ടു റൈറ്റിനെയാണ് എൽ എന്ന് വിളിക്കുന്നത്. ലെഫ്റ്റ് ടു റൈറ്റിനെയാണ് എൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ദെൻ എൽ ആട്രിബ്യൂട്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിമിലർലി വി ഹാവ് എൻ പ്രൊഡക്ഷൻ ഉണ്ടാവും. എൻ പ്രൊഡക്ഷന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് എന്തുണ്ടാവും? എൻ പ്രൊഡക്ഷൻസും ഉണ്ടാകുമെന്ന് വിചാരിക്കുക. എൻ സിമാൻറ്റിക് റൂളും ഉണ്ടെന്ന് വിചാരിക്കുക. ഇവിടെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് സിമാൻറ്റിക് റൂൾ എന്ന് പറയുന്നത് എന്തൊക്കെയാകാം? ഫസ്റ്റ് വൺ, നമുക്ക് സിന്തസൈസ്ഡ് ആകാം. എനിക്ക് എന്നിൽ സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട്സ് ആകാം. അല്ല എന്നുണ്ടെങ്കിൽ ഓർ, ഇവിടെ ഐദർ സിന്തസൈസ്ഡ് ഓർ അതിനെ എന്തെന്ന് വിളിക്കാം? അതിനെ ലിമിറ്റഡ് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്. എന്താണ് അവിടെ ഈ ലിമിറ്റഡ് എന്ന് പറയുന്ന വേർഡിനെ കൊണ്ട് ഞാൻ മീൻ ചെയ്യുന്നത്? ലിമിറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ എസ് ഗീവ്സ് ABC എന്ന് പറയുന്ന ഒരു കാര്യം എഴുതിയെന്ന് വെച്ചാൽ ABC എന്ന് പറയുന്നത് നമുക്ക് ഇൻഹെറിറ്റഡിന്റെ പറയുന്നത് എന്താണ്? എനിക്ക് ചൈൽഡിന്റെ വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ എന്തെന്ന് പറയാൻ പറ്റുമായിരുന്നു? ചൈൽഡിന്റെ വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്സ് പാരന്റ് വാല്യൂ ആൻഡ് ഓർ ഇറ്റ്സ് സിബ്ലിംഗ് വാല്യൂ ഓർ ബോത്ത് എന്ന് പറയായിരുന്നു. അപ്പൊ എനിക്ക് A gives A dot value equal to S dot value എന്ന് എഴുതാം. അത് കുഴപ്പമൊന്നുമില്ല. A dot value is equal to B dot value എന്ന് എഴുതാം, അതും കുഴപ്പമില്ല, അതും എനിക്ക് പറ്റുന്നതാണ്. സിമിലർലി A dot value equal to അല്ലെങ്കിൽ B dot value equal to S dot value എഴുതാം, അതും പറ്റും. ഞാൻ എല്ലാ കോമ്പിനേഷനും ഒന്ന് എഴുതുകയാണ്. ഈക്വൽ ടു C dot value എന്ന് പറഞ്ഞ് എഴുതാം. ആൻഡ് B dot value എന്ന് പറയുന്നത് എനിക്ക് എന്തെന്ന് പറഞ്ഞ് എഴുതാം? is equal to A dot value എന്ന് പറഞ്ഞ് എഴുതാം. B dot value equal to എനിക്ക് C dot value എന്നും പറഞ്ഞ് എഴുതാം. ഞാൻ ഇത്രയും വരെ എഴുതുന്നുള്ളൂ. ഇത് വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ ലിമിറ്റഡ് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആട്രിബ്യൂട്ട് വാല്യൂ, ഒരു പർട്ടിക്കുലർ നോൺ ടെർമിനലിന്റെ ആട്രിബ്യൂട്ട് വാല്യൂ ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് സിബ്ലിംഗ് or parent siblings to the left of it. അതിന്റെ ലെഫ്റ്റിലുള്ള നോൺ ടെർമിനൽ അല്ലെങ്കിൽ സിബ്ലിങ്സിനെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യത്തുള്ളൂ. ഞാനിപ്പോ B പറയാണ് എന്നുണ്ടെങ്കിൽ ബിയുടെ ലെഫ്റ്റിൽ ഉള്ള സിബ്ലിംഗ് ആരാണ്? A ആണ്. ബിയുടെ റൈറ്റിലുള്ള സിബ്ലിംഗ് ആരാണ്? C ആണ്. അപ്പൊ ലിമിറ്റഡ് ഇൻഹെറിറ്റൻസിനകത്ത് ബിയുടെ വാല്യൂ ആർക്ക് വേണമെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യാം, അതിന്റെ ലെഫ്റ്റ് കിടക്കുന്ന എനെ വേണമെങ്കിൽ ഡിപ്പെൻഡ് ചെയ്ത് പറയാൻ പറ്റും നമുക്ക്. പക്ഷേ അതിന്റെ റൈറ്റിൽ കിടക്കുന്ന സീനെ ഡിപ്പെൻഡ് ചെയ്ത് പറയാൻ പറ്റത്തില്ല. ഓക്കെ,
അങ്ങനത്തെ ആട്രിബ്യൂട്ട്സിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് ലിമിറ്റഡ് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഈ കേസിന് നമ്മൾ പറയുകയാണെങ്കിൽ എ ഡോട്ട് വാൽ ഈക്വൽ ടു എസ് ഡോട്ട് വാൽ, ഇത് ഓക്കെ ആണ്, ഓക്കെ ടൈപ്പ് ആണ്. കാരണം വിച്ച് ഈസ് ഡിപ്പെൻസ് ഓൺ ഇറ്റ്സ് പാരന്റ്, കറക്റ്റ് ആണ്. എയുടെ ലെഫ്റ്റിലാണ് അതിന്റെ പാരന്റ് കിടക്കുന്നത്, എപ്പോഴും പാരന്റ് ആ ഒരു ടെർമിനലിന്റെ ലെഫ്റ്റിലായിരിക്കും കിടക്കുന്നത്, അപ്പൊ അത് ഓക്കെയാണ്. എ വാല്യൂ ഈക്വൽ ടു ബി വാല്യൂ, അപ്പോൾ എയുടെ വാല്യൂ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ബിയുടെ വാല്യൂ. ബി എവിടെയാ കിടക്കുന്നത്? ബി എന്ന് പറയുന്നത് എയുടെ റൈറ്റിലാണ് കിടക്കുന്നത്. ഓക്കെ, എയുടെ ഈ പ്രൊഡക്ഷനിനകത്ത് എയുടെ റൈറ്റിലാണ് ബി കിടക്കുന്നത്. സോ ഇത് വാലിഡ് ആയിട്ടുള്ള ഒരു ലിമിറ്റഡ് ഇൻഹെറിറ്റഡിലെ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണോ? അല്ല. സോ ദിസ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ. സോ ഞാൻ ക്രോസ് ചെയ്യുന്നു. എ ഡോട്ട് വാല്യൂ ഈക്വൽ ടു സി ഡോട്ട് വാല്യൂ ശരിയാണോ? അല്ല, കാരണം എയുടെ റൈറ്റിലാണ് എന്ത് കിടക്കുന്നത്? സി കിടക്കുന്നത്. സോ അതുമല്ല. ബി ഡോട്ട് വാല്യൂ ഈക്വൽ ടു എസ് ഡോട്ട് വാല്യൂ ശരിയാണ്, അത് കാരണം ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് അതിന്റെ പാരന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, കറക്റ്റ് ആണ്, ഒരു പ്രശ്നമില്ല. ബിയുടെ ലെഫ്റ്റിലാണ് എന്ത് കിടക്കുന്നത്? അതിന്റെ പാരന്റ് കിടക്കുന്നത്, കറക്റ്റ് ആണ്. ബി ഡോട്ട് വാല്യൂ ഈക്വൽ ടു എ ഡോട്ട് വാല്യൂ, ബിയുടെ ലെഫ്റ്റിലാണോ എ കിടക്കുന്നത്? യെസ്, അങ്ങനെയാണെങ്കിൽ ഇതും കറക്റ്റ് ആണ്. ബി ഡോട്ട് വാല്യൂ ഈക്വൽ ടു സി ഡോട്ട് വാല്യൂ, കറക്റ്റ് ആണോ? അത് തെറ്റാണ്, കാരണം ബിയുടെ റൈറ്റിലാണ് സി കിടക്കുന്നത്. സോ ബിയുടെ വാല്യൂ ഒരിക്കലും എന്തിനെ ചെയ്യാൻ പറ്റത്തില്ല? റൈറ്റിലുള്ള സിബ്ലിങ്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് ആണ്, പക്ഷെ ലിമിറ്റഡ് ഇൻഹെറിറ്റഡ് ആണോ? അല്ല. നമുക്ക് എല്ലാ ആട്രിബ്യൂട്ടഡ് ആയിട്ട് പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പോൾ എല്ലാ ആട്രിബ്യൂട്ടഡ് ആവണമെങ്കിൽ എന്തൊക്കെയാകാം? ഒന്നുകിൽ അത് ഒരു റൂൾ എന്ന് പറയുന്നത് എന്താകാം? സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ട് ഉള്ള ഒരു റൂൾ ആകാം, അല്ലെങ്കിൽ ലിമിറ്റഡ് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് ആവാം. എന്താണ് ലിമിറ്റഡ് ഇൻഹെറിറ്റഡ് എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ സി വച്ച് പറയുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും വാലിഡ് ആയിട്ടുള്ളത്? സി ക്യാൻ ഡിപ്പെൻഡ് ഓൺ എസ് ഡോട്ട് വാൽ, ഓക്കെ, കറക്റ്റ് ആണ്. സി ക്യാൻ ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് ലെഫ്റ്റ് ചൈൽഡ് ആയ എനെ ഡിപ്പെൻഡ് ചെയ്യാൻ സി ഡോട്ട് വാൽ, ആൻഡ് സിയുടെ ലെഫ്റ്റിലാണ് ബിയും കിടക്കുന്നത്. സോ സി വാൽ ഡിപ്പെൻഡ്സ് ഓൺ ബി ഡോട്ട് വാൽ, അതും പറയാം. കാരണം സി എന്ന് പറയുന്നതിന്റെ റൈറ്റിലായിട്ട് ഒരു ടെർമിനൽ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല, അത് കാരണം നമുക്ക് ഇത് ശരി. അപ്പോൾ രണ്ട് ടൈപ്പ് ഡെഫിനിഷൻ ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലായി. എന്തൊക്കെയാണ്? എസ് ആട്രിബ്യൂട്ടഡും എൽ ആട്രിബ്യൂട്ടഡും. ഞാൻ ഇനി ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടിന് നല്ലൊരു സൂപ്പർ എക്സാമ്പിൾ പറയാൻ പോവാണ്. ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സിന് ഒരു എക്സാമ്പിൾ നമ്മുടെ ഡെഫിനിഷൻസിനെ പറ്റിയുള്ള ഒരു ഗ്രാമറാണ് ഞാൻ പറയാൻ പോകുന്നത്. ഓക്കെ, ഡെഫിനിഷൻസ്. ഇപ്പം ഡെഫിനിഷൻസിനകത്ത് നമ്മളൊരു ഡെഫിനിഷൻ പറയുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും? എനിക്ക് എ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യണം, വിച്ച് ഈസ് ഓഫ് ഇൻറ്റിജർ ടൈപ്പ്. ഞാൻ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത്? ഇന്റ് എ സെമിക്കോളൻ എന്ന് പറഞ്ഞല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇനി എനിക്ക് രണ്ട് ഇൻറ്റിജർ വാല്യൂ ചെയ്യണമെങ്കിൽ എങ്ങനെയാ ചെയ്യുന്നത്? ഇന്റ് എ കോമ ബി സെമിക്കോളൻ, ഇങ്ങനെയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ പരിപാടിയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡി ഗീസ് ടി എൽ എന്ന് ഞാൻ എഴുതുകയാണ്. ഓക്കെ, ടി എന്ന് പറയുന്നത് ടൈപ്പ്, ആയിട്ടാണ് ഞാൻ പറയുന്നത്. ടൈപ്പ് ഞാൻ പറയുന്നു ഇന്റ് ആകാം, ടി എന്ന് പറയുന്നത് റിയൽ ആകാം, ടി എന്ന് പറയുന്നത് വേണമെങ്കിൽ ക്യാർ ആകാം. അപ്പൊ ടൈപ്പ് എന്ന് പറയുന്നത് ഇൻറ്റിജർ ആകാം, റിയൽ ആകാം, ക്യാർ ആവാം. ഓക്കെ, ദെൻ എൽ എന്താണ്? എൽ എന്ന് പറയുന്നത് ഐ ഡി ആണ്. ഐ ഡി എന്ന് പറയുന്നത് ഐഡന്റിഫയർ ആണ്. എ ബി എന്നൊക്കെ പറയുന്ന ഐഡന്റിഫയർ ആണ്. പക്ഷെ നമുക്ക് ഈ ഒരു കോമ വന്നിട്ടുള്ള സാധനം വന്നില്ലല്ലോ. അത് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ എല്ലിന് ഒരു പ്രൊഡക്ഷനും കൂടെ എഴുതുന്നു. എൽ ഗീവ്സ് എൽ കോമ ഐ ഡി, എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എഴുതുന്നു. അപ്പൊ ഈ ഒരു ഗ്രാമർ എഴുതിയത് എന്താണെന്നുള്ള കാര്യം മനസ്സിലായല്ലോ. ആദ്യം ഒരു ടൈപ്പ് പറയണം, പിന്നെ ഐ ഡി നെയിം പറയണം. അപ്പോൾ ഐ ഡി ഒന്നിൽ കൂടുതലാകാം, അതുകൊണ്ടാണ് ഈ എൽ കോമ ഐ ഡി എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ടി എന്ന് പറയുന്നത് എന്തൊക്കെയുണ്ട്? ഇന്റ് ഉണ്ട്, റിയൽ ഉണ്ട്, ക്യാർ ഉണ്ട്. 3 ടൈപ്പാണ് ഞാൻ പറയുന്നത്. സോ ടി ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു ഞാൻ ഇന്റ് എന്ന് പറഞ്ഞു എഴുതി. ടിയുടെ ടൈപ്പ് എന്ന് പറയുന്നത് ഇന്റ് എന്ന് പറഞ്ഞു എഴുതി.
ടി ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു റിയൽ എന്ന് പറഞ്ഞു. ആൻഡ് ടി ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് ഞാൻ എന്തായിട്ട് എഴുതി? ക്യാർ ആയിട്ട് എഴുതി. ഈ ഒരു ഗ്രാമറിന്റെ ഈ 3 സ്റ്റെപ്പ് എഴുതിയത് മനസ്സിലായോ? ടി എന്ന് പറയുന്നത് ഇൻഡിലേക്കാണ് പോകുന്നതെങ്കിൽ ടിയുടെ ടൈപ്പ് എന്തായിട്ട് സെറ്റ് ചെയ്യുക? ഇൻഡിജർ ആയിട്ട് സെറ്റ് ചെയ്യുക. ടി എന്ന് പറയുന്ന റിയലിലേക്കാണ് പോകുന്നതെങ്കിൽ അത് ടൈപ്പ് റിയൽ ആയിട്ട് സെറ്റ് ചെയ്യുക. ദെൻ ടി ഗീസ് ക്യാർ ആണ് എന്നുണ്ടെങ്കിൽ ടിയുടെ ടൈപ്പ് എന്ന് പറയുന്ന ക്യാർ ആയിട്ട് ചെയ്യുക. ഇനി ഞാൻ ഇൻഡ് എ എന്ന് ഞാൻ എഴുതി. അങ്ങനെയാണെങ്കിൽ എയുടെ ടൈപ്പ് എന്തായിരിക്കും? എയുടെ ടൈപ്പ് എന്തായിരിക്കും? ഇൻഡ് ആയിരിക്കും. അപ്പൊ ഞാൻ അത് കിട്ടാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? എൽ ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് എടുത്തു. എൽ ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് എടുത്തു. ആ ആട്രിബ്യൂട്ട് ഞാൻ എന്തായിട്ട് സെറ്റ് ചെയ്തു? ടിയുടെ ടൈപ്പ് എന്താണോ അതാണ് എന്തെന്ന് പറയുന്നത് എല്ലിന്റെ ഇൻ എന്ന് പറഞ്ഞ് ഞാൻ സെറ്റ് ചെയ്തു. അപ്പോൾ ടിയുടെ ടൈപ്പ് ഇൻഡ് ആണെങ്കിൽ എന്നിന്റെ ഇൻ എന്ന് പറയുന്ന എല്ലിന്റെ ഇൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? വാല്യൂ ഇൻഡ് ആയിരിക്കും. അത് എല്ലിന്റെ ഒരു ആട്രിബ്യൂട്ട്, വേറൊരു ആട്രിബ്യൂട്ട് നെയിം എടുക്കുന്നേ ഉള്ളൂ. ഓക്കെ. ഇനി ഇവിടെ എൽ ഗീസ് ഐ ഡി ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് അണ്ടർസ്കോർ ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ വിളിക്കും. എന്നിട്ട് ആഡ് ഐ ഡി ഡോട്ട് എൻട്രി കോമ എൽ ഡോട്ട് ഇൻ. ഇതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിൾ ടേബിൾ എന്ന് പറഞ്ഞൊരു സാധനം പഠിച്ചിട്ടുണ്ടല്ലോ. S5 സിമ്പിൾ ടേബിൾ എന്ന് പറഞ്ഞൊരു കാര്യം പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊരു സിമ്പിൾ ഐഡന്റിഫൈ ചെയ്യുമ്പോൾ ഇവിടെ ഇൻഡ് എ എന്ന് പറയുന്ന ഒരു സിമ്പിൾ ആണ്, അല്ലെങ്കിൽ ഒരു ഐഡന്റിഫയർ ആണ്. ഐഡന്റിഫയർ ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സിമ്പിൾ ടേബിളിലേക്ക് മാറ്റും. സിമ്പിൾ ടേബിളിലേക്ക് അതിനെ കൊണ്ടിടും. അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ അവിടെ പഠിച്ചതെന്ന് പറഞ്ഞാൽ അഡ്രസ്സ് പറയും, ദെൻ അതിന്റെ ടൈപ്പ് പറയും, ദെൻ അതിന്റെ പേരെന്താണെന്നുള്ള കാര്യം ഈ സിമ്പിൾ ടേബിളിനകത്ത് കാണും. അപ്പൊ അതേപോലെയുള്ള ഒരു സാധനമാണ് ഇവിടെ. ഈ ഒരു എൽ ഗീസ് ഐ ഡി എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഐ ഡിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എൻട്രി എടുക്കുക. ദെൻ അതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് എൽ ഡോട്ട് ഇൻ ആയിട്ട് സെറ്റ് ചെയ്യുക. ഇവിടെ എൽ ഗീസ് ഇവിടെ 2 എൽ ഉണ്ട്. അതുകൊണ്ട് ഒന്ന് മാറ്റാൻ വേണ്ടി ഞാനാണെങ്കിൽ എന്ത് ചെയ്യുന്നു? എൽ ഗീസ് L1, ID എന്ന് പറഞ്ഞ് ഞാൻ എഴുതുന്നു. ദെൻ എന്താണ് ഞാൻ ചെയ്യുന്നത്? L1ന്റെ ഇൻ എന്ന് പറയുന്നത്, L1ന്റെ ടൈപ്പ് എന്ന് പറയുന്നത് എല്ലിന്റെ ടൈപ്പ് ആയിരിക്കും, എല്ലിന്റെ ഇൻ ആയിരിക്കും. ഓക്കെ, ഇതാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. ദെൻ ഞാൻ എന്ത് ചെയ്യും? ഇതിന് ശേഷം ആഡ് ടൈപ്പ് ID ഡോട്ട് എൻട്രി L ഡോട്ട് ഇൻ ആയിട്ട് സെറ്റ് ചെയ്യും. അപ്പൊ ഇതാണ് എൻ്റെ ഗ്രാമറിന്റെ സിമാൻറ്റിക് എന്ന് പറയുന്നത്, സിമാൻറ്റിക് റൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു ടൈപ്പും ഇതും ഒന്ന് നോക്കിയേ, ഈ 2 പ്രൊഡക്ഷൻ ഒന്ന് നോക്കിയേ. ഈ ഒരു 2 റൂള് നോക്കുമ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് സിബ്ലിങ്ങിന്റെ attribute value depends on another sibling. അപ്പൊ അതേത് ടൈപ്പാണ്? അതെന്ന് പറയുന്നത് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് ആണ്. ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് ആണ്. ദെൻ ദിസ് വൺ, ഇതെന്ന് പറയുന്നത് എന്താണ്? ഇതും L1 എന്ന് പറയുന്നതിന്റെ വാല്യൂ ആരെ ഡിപ്പെൻഡ് ചെയ്യാണ്? അതിന്റെ പാരന്റിനെ ഡിപ്പെൻഡ് ചെയ്യാണ്. സോ ദിസ് വൺ ഈസ് ഓൾസോ ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ടഡ് ആണ്. ഇനി ഇതെന്ന് പറയുന്നത് എന്താണ്? എസ് ആട്രിബ്യൂട്ടഡ് ആണ്. കാരണം എന്താണ്? അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്, പാരന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആരെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്? ചൈൽഡിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സോ അതെന്ന് പറയുന്നത് എന്താണ്? എസ് ആട്രിബ്യൂട്ടഡ് ആണ്. എസ് ആട്രിബ്യൂട്ടഡ് ആണ്. സോറി, സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ടഡ് ആണ്. സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ടഡ് ആണ്. ഓക്കെ, ഇനി ഇതെന്ന് പറയുന്നത് സിന്തസൈസ്ഡ് ആട്രിബ്യൂട്ടഡ് ആണ്. നൗ നമുക്ക് ഈ ഫുൾ ഗ്രാമർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെന്താണ്? ഫുൾ ഗ്രാമർ നോക്കുകയാണെങ്കിൽ ഇത് സിന്തസൈസ്ഡ് എസ് ആട്രിബ്യൂട്ടഡ് SDD ആണോ അതോ എൽ ആട്രിബ്യൂട്ടഡ് SDD ആണോ എന്ന് പറഞ്ഞ് നമ്മൾ നോക്കണം. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ ഇൻഹെറിറ്റഡ് സിന്തസൈസ്ഡ് മാത്രമല്ല, എല്ലാ പ്രൊഡക്ഷനും സിന്തസൈസ്ഡ് മാത്രമല്ല. സോ അതിനെ എന്തെന്ന് പറയാൻ പറ്റത്തില്ല, സിന്തസൈസ്ഡ് ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഇതിനകത്ത് ഇൻഹെറിറ്റഡും ഉണ്ട്.
അപ്പൊ ഇനി അടുത്ത ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? ഈ ഇൻഹെറിറ്റഡ് എന്ന് പറയുന്നത് എന്താണോ എന്ന് പറഞ്ഞ് ചെക്ക് ചെയ്യണം. എൽ ആട്രിബ്യൂട്ടഡ് ആണോ എന്ന്, അല്ലെങ്കിൽ ലിമിറ്റഡ് ഇൻഹെറിറ്റഡ് ആണോ എന്ന് പറഞ്ഞും കൂടെ ചെക്ക് ചെയ്യണം. സോ നമ്മൾ നോക്കുകയാണ്, എൽ ഡോട്ട് ഇൻ എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ടി ഡോട്ട് ഇന്നിനെയാണ്, ടി ഡോട്ട് ടൈപ്പിനെയാണ്. അപ്പം നമ്മൾ നോക്കുകയാണ്, ടി എന്ന് പറയുന്ന അതിന്റെ എല്ലിന്റെ ലെഫ്റ്റിലല്ലേ കിടക്കുന്നത്. സോ ഈ ഒരു പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ലിമിറ്റഡ് ആണ്, ലിമിറ്റഡ് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് ആണ്. നെക്സ്റ്റ് വൺ, എൽ ഗീവ്സ് L1 ID എന്ന് പറയുന്നതിൽ L1 ഡോട്ട് ഇൻ എന്ന് പറയുന്നത് എന്താണ്? L1 ഡോട്ട് ഇൻ എന്ന് പറയുന്നത് എന്താണ്? അതും പാരന്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്തത്, ലെഫ്റ്റിൽ കിടക്കുന്നതിനെയാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ശരിയല്ലേ? അതും കറക്റ്റ് ആണ്. അപ്പോൾ ഇത് രണ്ട് പ്രൊഡക്ഷനും, രണ്ട് ഇൻഹെറിറ്റഡ് പ്രൊഡക്ഷനും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യാണ്? ലിമിറ്റഡ് ആണ്, ലിമിറ്റഡ് ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട് ആയത് കാരണം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ തന്നിരിക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്? ഈ തന്നിരിക്കുന്നത് എന്ന് പറയുന്നത് ഒരു എൽ ആട്രിബ്യൂട്ടഡ് SDD ആണ്. അപ്പോൾ ആരെങ്കിലും ഒരാൾ ചോദിക്കുകയാണ്, ഒരു എൽ ആട്രിബ്യൂട്ടഡ് SDDക്ക് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിലും ഇത് എഴുതിയാൽ മതി. ആരെങ്കിലും ഒരു ഇൻഹെറിറ്റഡ് ആട്രിബ്യൂട്ട്സിന് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ഇത് എഴുതിയാൽ മതി. ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇനി ടൈപ്പ് ചെക്കർ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, അതും സാധനം ഇതാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്ഷൻ, ഈ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. എനിക്ക് ഒരു ഡൗട്ടും കൂടെ ഉണ്ട്. എൻ്റെ ഒരു ഡൗട്ടാണ്, എന്തിനാണ് ഞാൻ ഈ സാധനം എഴുതിയിരിക്കുന്നത്? ഇതെന്താണ് മീൻ ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ L1 എന്ന് പറയുന്നത്, ഇവിടെ ID എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഇൻഡ് A, B എന്ന് പറയുന്നതിനകത്ത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഈ കോമ വന്നത് കാരണം ഈ L1 എന്ന് പറയുന്നത് ആരായിരിക്കും? L1 എന്ന് പറയുന്നത് A ആയിരിക്കും. ആൻഡ് ID എന്ന് പറയുന്നത് ആരായിരിക്കും? ID എന്ന് പറയുന്നത് B ആയിരിക്കും. ശരി, ഇത്രയും കാര്യങ്ങൾ. ഞാൻ ഇവിടെ ഒരു സ്റ്റാറും കൂടെ കൊടുക്കുകയാണ്, കാരണം L1 ന്ന് എനിക്ക് ഡയറക്റ്റ് ആയിട്ട് എനിക്ക് എയിലേക്ക് പോകാൻ പറ്റത്തില്ല. ആദ്യം ID-യിലേക്ക് പോകണം. ID നിന്നാണ് ഞാൻ എങ്ങോട്ടേക്ക് പോകേണ്ടത്? എയിലേക്ക് പോകേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റാർ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, A എന്ന് പറയുന്ന ഇതിന്റെ ടൈപ്പ്, A എന്ന് പറയുന്നതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് ഇവിടെ എന്ത് വാല്യൂ ആണോ വന്നിരിക്കുന്നത്, ഇവിടെ എന്ത് ടൈപ്പ് ആണോ വന്നിരിക്കുന്നത്, അത് തന്നെയാവും. ഈ കേസിൽ ഇവിടെ വന്നിരിക്കുന്ന ടൈപ്പ് എന്തായിരിക്കും? ഇൻഡ് ആയിരിക്കും. എങ്കിൽ എയുടെ ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇൻഡ് ആയിരിക്കും. അതാണ് ഈ ഒരു സാധനം നമുക്ക് ഒന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ്, എനിക്ക് ഈ ഗ്രാമറിൽ നിന്നും എന്ത് ഡിറൈവ് ചെയ്യണം? ഇൻഡ് A, C ഡിറൈവ് ചെയ്യണം. സെമിക്കോളൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ആദ്യം ഞാൻ D എന്നാണ് തുടങ്ങുന്നത്. ഡിയിൽ നിന്നും ഡെഫിനിഷൻ, D എന്ന് പറയുന്ന ഡെഫിനിഷനാണ്. ഇറ്റ് വിൽ ഗിവ്സ് TL. ഇനി TL എന്ന് കിട്ടി. ഇനി ഇവിടെ T എന്താണ്? T എന്ന് പറയുന്നത് ഇവിടെ ഇൻഡ് ആണ്. സോ ഞാൻ Tക്ക് പകരം ഞാൻ എന്തെന്ന് പറഞ്ഞു കൊടുത്തു? ഇൻഡ് എന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ എന്ത് കിടപ്പുണ്ട്? L വന്നു. ഇവിടെ എനിക്ക് എത്ര എണ്ണം വേണം? എനിക്ക് 2 എണ്ണം വേണം, കോമ വേണം. അപ്പൊ ഞാൻ Lന് പകരം ഞാൻ എന്തിട്ടു? Lന് പകരം L gives ID എന്ന് പറഞ്ഞിട്ടു. അപ്പോൾ എനിക്ക് IDക്ക്, അല്ലെങ്കിൽ അടുത്തത് ഇനി എന്താണ് ഇവിടെ വരേണ്ടത്? ഇവിടെ വരേണ്ടത് എനിക്ക് ID ആണ്. സോ ഞാൻ എന്തെന്ന് ഇട്ടു? L gives ID എന്ന് പറഞ്ഞിട്ടു ID. ഇനി നമുക്ക് എന്ത് പറയാം? ഇൻഡ് IDക്ക് പകരം ഞാൻ എന്ത് ഇടാം? A ഇടാം. അടുത്ത IDക്ക് പകരം ഞാൻ എന്തിടാം? C എന്ന് പറഞ്ഞിടാം. അപ്പൊ ഇതാണ് എൻ്റെ ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന സാധനം. ആദ്യം D gives TL എന്ന് പറയും. സോ ഞാൻ അത് വരയ്ക്കുകയാണ്. D gives TL എന്ന് പറഞ്ഞ് വരച്ചു. ദെൻ അടുത്തത് T എന്ന് പറയുന്നത് എന്താണ്? T എന്ന് പറയുന്നത് ഇൻഡ് ആണ്. സോ T എന്ന് പറയുന്നത് ഞാൻ ഇൻഡിലോട്ട് വന്നു. ഇനി Lനെ ഞാൻ എങ്ങനെ എഴുതും? L, ID ആയിട്ട് ഞാൻ എഴുതും. IDക്ക് വരെ ഞാൻ ഇവിടെ എന്തെന്ന് പറഞ്ഞു കൊടുത്തു? C എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി L gives എന്താണ്? അടുത്ത ID ആണ്. ആ ID എന്ന് പറയുന്നത് എന്താണ്? A ആണ്. അപ്പൊ ഇതാണ് എൻ്റെ ഈ അകത്തുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ നോക്കണ്ട. ഇതിനകത്ത് എഴുതിയിരിക്കുന്ന T ഡോട്ട് ടൈപ്പ് എന്നൊന്നും എഴുതിയിരിക്കുന്നതൊന്നും നിങ്ങൾ ഇപ്പൊ ആലോചിക്കണ്ട. നമുക്ക് പടം വരച്ച് അനോട്ട് ചെയ്യുമ്പോൾ ഞാൻ പറയാം. വരയ്ക്കാം.
ശരി, ഞാനൊന്ന് വരച്ച് കാണിച്ചു തരാം. ടി ഉണ്ട്, എനിക്ക് ടി എൽ എന്നാണ് പറഞ്ഞ് കിട്ടിയത്. ഓക്കെ, എന്നിട്ട് ഈ ടി എന്ന് പറയുന്നത് എനിക്ക് എന്തായിട്ട് കിട്ടി? റിയൽ ആയിട്ട് കിട്ടി, സോറി ഇൻഡ് ആയിട്ട് കിട്ടി. ഈ എല്ലിനെ എനിക്ക് എന്തായിട്ട് പറയാം? L1, ID ആയിട്ട് പറയാം. L1, ID ആയിട്ട് പറയാം. ഇനി എല്ലിനെ ഞാൻ എന്തായിട്ട് പറയുന്നു? ID ആയിട്ട് പറയുന്നു. ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഇതാണ് എൻ്റെ ഫിഗർ എന്ന് പറയുന്നത്. ഞാൻ ഇത്രയും കാര്യങ്ങളൊന്ന് സൈസ് കൂട്ടി കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഡെഫിനിഷൻ. അപ്പം ഞാൻ ഇവിടുന്ന് ഞാൻ ലെഫ്റ്റിലേക്ക് വരുന്നു, ദാറ്റ് ഈസ് TL വരുന്നു. D നിന്ന് ഞാൻ ലെഫ്റ്റിലേക്ക് വരുന്നു. ഇവിടെ നിന്ന് ഞാൻ IDയിലേക്ക് വരും, ഇൻഡിലേക്ക് വരുന്നു. ഇൻഡിലേക്ക് വന്നപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഈ ഒരു പാത്തിൽ എന്താ സംഭവിച്ചത്? ID എന്ന് പറയുന്നത്, അതായത് T gives ഇൻഡ് എന്ന് പറയുന്ന സാധനം തീർന്നു. ഞാൻ തിരിച്ച് റീട്രേസ് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഞാനാണെങ്കിൽ അവിടെ T ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് എന്തായിട്ട് സെറ്റ് ചെയ്യും? T ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് ഇൻഡ് ആയിട്ട് സെറ്റ് ചെയ്യും. അപ്പം ഞാനിവിടെ എന്ത് ചെയ്തു? T ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് ഇൻഡ് ആയിട്ട് സെറ്റ് ചെയ്തു. T ഡോട്ട് ടൈപ്പ് ഈക്വൽ ടു ഇൻഡ് ആയിട്ട് സെറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്യുന്നു? ഞാനാണെങ്കിൽ തിരിച്ച് ബാക്ക് ട്രേസ് ചെയ്ത് ഡിയിലേക്ക് എത്തി. ഡിയുടെ അഡ്ജസൻറ്റ് ഇനി വേറെ ഏതെങ്കിലും അഡ്ജസൻറ്റ് ഉണ്ടോ? ഉണ്ട്. അതെന്ന് പറയുന്ന L ആണ്. അപ്പോൾ ഞാൻ എന്തിലേക്ക് വന്നു? TL എന്ന് പറയുന്ന സാധനത്തിലേക്ക് വന്നു. അപ്പം ഞാൻ അവിടെ വച്ച് എല്ലിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് നോക്കുന്നു. L ഇൻ എന്ന് പറയുന്നത് എന്താണ്? T ഡോട്ട് ടൈപ്പ് ആണ്. T ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് ഇപ്പം എത്രയാണ്? T ഡോട്ട് ടൈപ്പ് എന്ന് പറയുന്നത് ഇൻഡ് ആണ്. സോ ഇവിടുന്ന് ഞാൻ വാല്യൂ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. ദാറ്റ് ഈസ് L ഡോട്ട് ഇൻ എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് എന്തായിട്ട് കിട്ടി? ഇൻഡ് ആയിട്ട് കിട്ടി. സോ ഞാൻ അവിടെ L ഡോട്ട് ഇൻ എന്ന് പറയുന്നത് ഞാൻ എന്തായിട്ട് സെറ്റ് ചെയ്തു? ഇൻഡ് ആയിട്ട് സെറ്റ് ചെയ്തു. ഞാൻ അതിനുശേഷം എങ്ങോട്ടേക്ക് വന്നു? ഞാൻ L1ലേക്ക് വന്നു. L1ലേക്ക് വരുമ്പോൾ അവിടെ ഏത് പ്രൊഡക്ഷനാണ് അപ്ലൈ ചെയ്തത്? L gives L1, ID എന്ന് പറഞ്ഞൊരു സാധനം ചെയ്തു. അപ്പോൾ അവിടുന്ന് എനിക്കൊരു വാല്യൂ ഇൻഹെറിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് L1 ഡോട്ട് ഇൻ എന്ന് പറയുന്നത്, അതായത് ഒരു സിബ്ലിങ്ങിന്റെ വാല്യൂ എന്ന് പറയുന്നത് ആരുടെ വാല്യൂവിന് ഇക്വലന്റ് ആണ്? അതിന്റെ പാരന്റിന്റെ വാല്യൂവിന് ഇക്വലന്റ് ആണ്. എനിക്ക് അവിടെ പാരന്റിന്റെ വാല്യൂ എന്താണെന്നുള്ള കാര്യം അറിയത്തില്ലേ? അതിന്റെ പാരന്റിന്റെ എല്ലിന് എത്രയാണ്? ഇൻഡ് ആണ്. സോ ഇവിടെയും എനിക്ക് എന്തെന്ന് തന്നെ കിട്ടും? ഇൻഡ് എന്ന് തന്നെ കിട്ടും. ഞാൻ താഴേക്ക് വരികയാണ്. ഈ ID എന്ന് പറയുന്നത് എന്താണ്? A ആണ്. സോ ഞാൻ എന്ത് ചെയ്യുന്നു? A എന്ന് പറയുന്നതിലേക്ക് ഞാൻ ഡിറൈവ് ചെയ്യുന്നു. A എന്ന് പറയുന്നതിനകത്ത് ഡിറൈവ് ചെയ്യുമ്പോൾ ഞാൻ എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? ആഡ് ചെയ്യുക. A എന്ന് പറയുന്നതിനെ സിമ്പിൾ ടേബിളിലേക്ക് ആഡ് ചെയ്യുക. L1ന്റെ അല്ലെങ്കിൽ Lന്റെ ഇൻ എന്താണോ അതിനെ അതിന്റെ ടൈപ്പായിട്ട് സെറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഞാനിവിടെ എന്ത് വന്നു? A എന്നും പറഞ്ഞ് എഴുതി. അതിന്റെ Lin എന്ന് പറയുന്നത് ഞാൻ എന്തായിട്ടും എഴുതി? ഇൻഡ് ആയിട്ടും ഞാൻ എഴുതി. ഓക്കെ, ദെൻ തിരിച്ച് കയറുകയാണ്. തിരിച്ച് മുകളിലോട്ട് പോവാണ്. മുകളിലോട്ട് പോയി ഇവിടെ എത്തി. അവിടെ ഒരു കോമ കിടക്കുന്നുണ്ട്. കോമ മാത്രമേ ഉള്ളൂ. സോ തിരിച്ച് കയറി വീണ്ടും ഞാൻ എങ്ങോട്ടേക്ക് വന്നു? L gives ID എന്ന് പറഞ്ഞൊരു സാധനത്തിലേക്ക് വന്നു. L gives ID ആണെങ്കിൽ എന്താ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? L gives ID ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ ആഡ് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. ആഡ് ടൈപ്പിനകത്ത് ഞാൻ എന്തൊക്കെ പറഞ്ഞു? ആദ്യം ID ഡോട്ട് എൻട്രി. ID ഡോട്ട് എൻട്രി എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? C ആണ്. C ഞാൻ ആഡ് ചെയ്തു. എന്നിട്ട് അതിന്റെ L ഇൻ എന്ന് പറയുന്നത് എന്താണ്? L ഇൻ എന്ന് പറയുന്ന ഇൻഡ് ആണ്. സോ ഞാൻ ഇവിടെ എന്തൊക്കെ ചെയ്തു? ഞാനാണെങ്കിൽ L ഇൻ എന്ന് പറയുന്നത് എന്താണ്? C ആണ്. ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇൻഡ് ആണ്.